ഹായ് ഗൈസ്, നമ്മളുള്ളത് ഇപ്പോൾ 2 ദിവസം കൊണ്ട് തരംഗമായിരിക്കും നമ്മളെ പായസിൻ്റെ വീട്ടിലാണ്. നമ്മളെ മലപ്പുറത്തിൻ്റെ മുത്തായ മലപ്പുറത്തിൻ്റെ മോട്ടിവേറ്ററായ പായസിൻ്റെ കൂടെയാണെന്നുള്ളത്. നമുക്ക് പായസിനെ കുറിച്ചുള്ള വിവരങ്ങളും അതേപോലെ എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. എന്നിട്ട് എൻ്റെ വീഡിയോ അല്ല ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് സന്തോഷമുണ്ടോ? എന്താ നിനക്ക് തോന്നുന്നത്? തോന്നണമെന്നില്ല, സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഈ വീഡിയോ വൈറലായത്? ആദ്യം ഇപ്പച്ചക്ക് ഇട്ടുകൊടുത്തേ, പിന്നെ തറവാട്ടത്തെ ഒരു താത്ത വന്നപ്പോൾ ആ താത്താക്ക് ഇട്ടുകൊടുത്തേ, ആ താത്താക്ക് ഇട്ടുകൊടുത്തപ്പോൾ ആ താത്ത എളാപ്പക്ക് ഇട്ടുകൊടുത്തേ, എളാപ്പ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വിട്ട് അങ്ങനെ പോയതാ. എന്തായാലും ഫാമിലി ഗ്രൂപ്പ് വഴി ഇപ്പോൾ ലോകം മൊത്തം, കേരളം മൊത്തം കയ്യിലെടുത്തൊരു സംഭവമാണ് ആ വീഡിയോ അല്ലേ? അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് അല്ലേ? പിന്നെ എന്നിട്ട് ഉപ്പച്ചി വിളിച്ചിരുന്നു. ഉപ്പച്ചി എന്നിട്ട് എന്തൊക്കെ പറയണേ? ഉസാറായിന്നൊക്കെ പറഞ്ഞു. ആണല്ലേ? ഒരു ഡയലോഗാണല്ലോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞാൽ. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. എൻ്റെ റെഡി ആയില്ല, നമുക്കൊരു കുഴപ്പമില്ല. ചിലവത് ശരിയാകും, ചിലവത് ശരിയാകൂല. എൻ്റേത് ശരിയായിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന ഡയലോഗാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വളരെ സന്തോഷമുണ്ട് അല്ലേ? എന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇന്നലെ കാണാൻ വന്നു അല്ലേ? എന്നിട്ട് അവരൊക്കെ എന്താ പറയണേ? ഇനിയും വീഡിയോ കൂടുമാണോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ടീച്ചർമാർ, ഉസ്താദ്മാർ അങ്ങനെ ആരെയും വിളിച്ചിരുന്നു? എന്നിട്ട് ഓലൊക്കെ എന്താ പറയണേ? ഉസാറായിന്, പിന്നെ ഇനിയും വിടണം, പിന്നെ ഇനിയും നല്ല പഠിച്ചും വേണമെന്നൊക്കെ പറഞ്ഞു. സന്തോഷമല്ലേടാ സൈക്കിൾ കിട്ടിയിട്ട്? എങ്ങനെയാ ഭാവിയിൽ എനിക്ക് ആരാകാൻ ആഗ്രഹം? പോലീസ് ആവാൻ ആഗ്രഹം. അപ്പോൾ പറക്കാട് കേശ്ശേരി ഭാഗത്തിലെ ഒരു നല്ലൊരു പോലീസ് ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. നിനക്ക് പാട്ട് പാടാൻ അറിയോ? ഒരു ചെറിയൊരു പാട്ട് പാടിക്കാം. തുണക്കണേ അച്ചറസോലിൻ്റെ കാണണേ. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല അടിപൊളി. എനിക്ക് എങ്ങനെയാണ് തോന്നിയത് ഇത് ചെയ്യണം എന്നുള്ളത്, ഈ വീഡിയോ എടുക്കണം എന്ന് എങ്ങനെ തോന്നിയത്? ഞാൻ നെച്ചൊക്കെ തീർന്നാൽ ഇച്ച് കാണാനും വേണ്ടി ഞാൻ എടുത്ത വീഡിയോ ആണിത്. കാണാൻ വേണ്ടി എടുത്താണ്. എന്നിട്ട് ആരാ അത് ഉപ്പാക്ക് അയച്ചു കൊടുത്തത്? ഉപ്പാക്ക് താത്ത അയച്ചു കൊടുത്ത്. ഒരുപാട് സമ്മാനങ്ങളും അതേപോലെ ക്യാഷ് പ്രൈസൊക്കെ ഒരുപാട് വന്നില്ലേ? എന്നിട്ട് ആരൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്നു? എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സമ്മാനങ്ങളൊക്കെ ആയിട്ട്? സ്റ്റഡി ടേബിളും പിന്നെ കുറേ മിഠായികളും പാത്രം ഒക്കെ കൊണ്ടുവന്നു, കുറേ എണ്ണമൊക്കെ കൊണ്ടുവന്നു, ഗ്ലാസ്സും ജഗ്ഗൊക്കെ കൊണ്ടുവന്നു. ജഗ്ഗെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ചങ്ങായിമാർ, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്ത് പറയണേ? ഒത്തും പറയണമെന്നില്ല അല്ലേ? പിന്നെ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ? ഉമ്മയും 2 താത്ത. ഉപ്പ ഗൾഫിലാണ്. എന്നിട്ട് വീഡിയോ നീ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ താത്ത കണ്ടു ചിരിച്ചു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ താത്തയും ഉമ്മയും ചിരിച്ചു. ഇവരെന്ത് പറഞ്ഞിട്ട് ചിരിക്കുന്നത്? അത് കണ്ടപ്പോൾ ചിരിച്ച് നോളൊഴിച്ചു പോയി. അത് സംഭവം ശരിയാണ്. എല്ലാവരും ഈ ഒരു ഡയലോഗ് കേട്ടാൽ ചിരിക്കാത്ത ആരുമില്ല. കാരണം വെച്ചാൽ അങ്ങനത്തെ ഡയലോഗാണ്. പിന്നെ എനിക്ക് ഒരുപാട് പൈസയും ഒരുപാട് സംഭവങ്ങളും സാധനങ്ങളും സമ്മാനങ്ങളും കിട്ടി. അതൊക്കെ ഇനി എന്താ ചെയ്യാനുള്ള പ്ലാൻ എന്താണ്? പൈസ മുഖ്യമന്ത്രിൻ്റെ ദുരിതാശ്വാസത്തിലേക്ക് ഇടാനും പിന്നെ പാങ്ങൾക്കൊക്കെ കൊടുക്കാനും പിന്നെ ബാപ്പാൻ്റെ ചങ്ങായിൻ്റെ മോളെ കല്യാണത്തിന് കൊടുക്കാനും. വാപ്പാൻ്റെ ചങ്ങായിയുടെ മോളെ കല്യാണത്തിനും അതുപോലെ തന്നെ നമ്മളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഇടാനുമാണ് എൻ്റെ തീരുമാനം. അത് നല്ലൊരു തീരുമാനമാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ നമ്മളെ യുവത്വങ്ങൾക്കൊരു പ്രചോദനമാണ്. അതുപോലെ തന്നെയല്ല, ഈ കൊറോണ സമയത്ത് നല്ലൊരു ഡയലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ കൊറോണ വരാനും വരാതിരിക്കാനും ചാൻസ് ഉള്ള ആ സമയത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കായിട്ടാണ് ഇവൻ്റെ വാക്ക് നമുക്ക് ഏറ്റെടുക്കാൻ. നമ്മളെ കൊറോണ സമയമാണല്ലോ. അപ്പോൾ
ഇപ്പം നമ്മൾ ഈ കൊറോണ സമയത്ത് ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ചിലവർ മാസ്ക് ഇടും, ചിലവർ മാസ്ക് ഇടൂല. മാസ്ക് ഇട്ടില്ലെങ്കിൽ കൊറോണ പകരും, മാസ്ക് ഇട്ടാൽ കൊറോണ പകരില്ല. മാസ്ക് ഇട്ട് നടന്നാൽ പിന്നെയും ജയിക്കാം, മാസ്ക് ഇടാതെ നടന്നാൽ കൊറോണ ആയിപ്പോവും. അടിപൊളി മാസ് ഡയലോഗ് കേട്ടത്. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി മോട്ടിവേഷനാണ്. കാരണം വെച്ചാൽ ചില കൊറോണ സമയത്ത് ചിലവർ മാസ്ക് ഇടും, ചിലവർ മാസ്ക് ഇടൂല. അപ്പോൾ അതിന് പറ്റിയിട്ട് നല്ലൊരു ഡയലോഗാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല ഉയരങ്ങളെത്തട്ടെ. ഇവൻ്റെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ബിസിനസ് ആണെങ്കിലും ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് അതിൻ്റെ അവസാനം അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണും. അതാണ് ഇവൻ്റെ ഈ ഒരു ഒറ്റൊരു മോട്ടിവേഷൻ, ഈ ഒരു സ്പീക്ക് ഇത്തരം വൈറലാൻ കാരണം. ഇപ്പോൾ കൊറോണ സമയത്താണെങ്കിലും ശരി, അല്ലാത്ത സമയത്താണെങ്കിലും ഈ ഒരു വാക്ക് ഇപ്പോൾ നമ്മളെ കളക്ടർ അതുപോലെ തന്നെ മിൽമാക്കാർ എല്ലാവരും ഏറ്റെടുക്കാൻ കാരണം എന്താണ്? ഈ ഒറ്റ മോട്ടിവേഷൻ ക്ലാസ്സാണ്. നമ്മളെ ഈ ചാനലിനോട് എനിക്ക് എന്താ പറയാനുള്ളത്? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിച്ചണം, ടിങ് ടിങ് അമർത്തണം. നിങ്ങൾ പായസിൻ്റെ ആരാണ്? പായസിൻ്റെ ഒപ്പാനായി തന്നെയാണ്. എന്താ ചെയ്യുന്നത്? നാട്ടിലൊരു വർക്കാണ്. അപ്പോൾ ഈ വീഡിയോ വൈറലായിട്ട് ഇവിടെ എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്? നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ വരികയാണ്. ഇതുവരെ ഒഴിവ് കിട്ടിയിട്ടില്ല. അതിൻ്റെ ശേഷം കിട്ടിയിട്ടില്ല. ഇന്നലെ പറഞ്ഞാൽ ഇന്നലെ മിൽമൻ്റെ പോലെ ഇത് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഫുള്ള് ന്യൂസുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒന്നും ഇതുവരെ ഒഴിവ് കിട്ടിയില്ല. ഇന്നിപ്പോൾ ലാസ്റ്റ് ഒരു ഉണ്ട്. എന്നാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ 3-4 ആയിരുന്നു. ചെറിയ ലോക്ക്ഡൗണിൻ്റെ കിശ്ശേരി ഇന്ന് ടൗണിൻ്റെ എന്തോ പ്രശ്നത്തില്ല, മൊത്തം ശുദ്ധീകരിക്കുന്ന ഒരു ഇതാണ്. ആണല്ലേ? എന്നിട്ട് ഇവൻ്റെ വാപ്പ വിളിച്ചില്ലായിരുന്നു? വാപ്പ എന്തൊക്കെ പറയാം? വാപ്പാക്കും സന്തോഷമാണ്. ആദ്യം വാപ്പാക്ക് ഇതാണ് അവൻ്റെ ഓരോ പൊട്ടിത്തെറുപ്പ് കണ്ടപ്പോൾ വാപ്പ ഇങ്ങനെ ഇത് എന്തോ അവൻ്റെ ഓരോ പൊട്ടിത്തെറുപ്പിനായിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ മൊത്തത്തിൽ വൈറലായപ്പോൾ എന്താണ് വാപ്പാക്ക് വളരെ സന്തോഷമായി. പിന്നെ ഒരു ഫേമസ് ആയപ്പോൾ പിന്നെ നാടിന് തന്നെ ഒരു അഭിമാനമാണ്, നാട്ടുകാർക്കും എല്ലാവർക്കും ഒരു അഭിമാനമായി. അതാണ്. പിന്നെ അത് സംഭവം എങ്ങനെ ഓൻ ഒറ്റയ്ക്ക് എടുത്താണ്? ഒറ്റയ്ക്ക് എടുത്താണ്. ഓൻ ഇതേമാതിരി വീട്ടുകാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഇട്ടപ്പോൾ മൊബൈലും കൊണ്ടുപോയി ഡൈനിങ് ഹാളിൽ പോയി ടേബിളിലുള്ള പുസ്തകം മൊബൈൽ ചാരിച്ചാണ്ട് അങ്ങനെ സെൽഫ് ഫോണ് വീഡിയോ ആക്കിയാണ് എടുത്താണ്. ആരും പ്രതീക്ഷയിൽ എങ്ങനെ വൈറലാവും? അതാണ് പെട്ടെന്നൊരു വൈറലായൊരു സംഭവം. പെട്ടെന്ന് അയക്കാണ്. പിന്നെ ഫാമിലി ഗ്രൂപ്പിൽ ഇങ്ങനെ പോയി. കാരണം വെച്ചാൽ കേരളം മൊത്തം ഏറ്റെടുത്തല്ലോ അല്ലേ? കേരളം മൊത്തം വിദേശത്തു നിന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അല്ലേ? FM-ൻ്റെ ചാനൽ വിദേശം ഖത്തറിൻ്റെ അവിടുന്നൊക്കെ FM-ൻ്റെ ചാനൽ ഇപ്പോൾ കോഴിക്കോട് നിരത്തി വിളിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ഈ പോയ ചാനലൊക്കെ അയച്ചാൽ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വേറെ വരാറുണ്ട് ഇന്ന് വിളിക്കുന്നത്. ഒരുപാട് ഇന്റർവ്യൂസിന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കളക്ടറെ അടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ നിയമ കൊടുത്തുന്ന ഒരു നമ്മൾ കളക്ടറെ ഇത് മുഖ്യമന്ത്രിൻ്റെ ഇതിലേക്ക് കൈമാറാനുള്ള പരിപാടി കളക്ടറായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ കളക്ടർക്ക് ഇനി ഒരു മൊമെൻ്റോ അവന് കൈമാറണം പറഞ്ഞു. അപ്പോൾ രണ്ടും കൂടി ഒപ്പം കൈമാറാന്നുള്ള ഇതിലിങ്ങനെ അങ്ങോട്ട് വേറെ കളക്ടർ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വിളിക്കാനൊക്കെ ഉണ്ട്. കളക്ടർ വന്നിരുന്നു? അല്ലല്ലോ, കളക്ടർ വന്നിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം അതുകൊണ്ട് വരാൻ കഴിയില്ലാറ്. അപ്പോൾ നമ്മളാണ്ട് വരാറുണ്ട്. ഏതായാലും നമുക്ക് കൊടുക്കും വേണം കളക്ടർക്ക്, അങ്ങോട്ടും കൊടുക്കണം പറഞ്ഞു. അപ്പോൾ എന്നിട്ട് കളക്ടറോട് നേരെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചു അതുപോലെ. നമ്മളെ ഫായ്സിൻ്റെ കൂടെയുള്ള ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പിരിയല്ലേ? ബായ് എടുത്തേ.